പിന്നിലിങ്ങനെ വെട്ടിയിട്ട് ആ തലയോട്ടി എടുക്കും. സ്കിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ചിലത് ഫ്രഷ് ആയിട്ടുള്ളതുണ്ടാവും. അവർ അധികം പഴക്കം ചെന്നത് നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇതെടുത്തിട്ട് അവർ ആ കണ്ണിങ്ങനെ ഒരു കമ്പിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തുറന്നിട്ട് ബോൾസ് ഒക്കെ എടുത്ത് അതിലൂടെ പുഴുക്കളും ഇതൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര സ്മെല്ലായിരിക്കും. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര. അവർക്ക് പക്ഷേ നാഗസന്യാസിമാരെ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിലധികമൊക്കെ നാഗസന്യാസിമാരുണ്ടാകാൻ മതി. അവർക്ക് ഒരു ഫോഴ്സാണ്, ഒരു ആർമി പോലെയാണ് അവർ ഘാടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അവർക്ക് ഇടുന്നു കഴിഞ്ഞു. അവർക്ക് 1 ലക്ഷം 10 ലക്ഷം ബോഡീസ് ഒക്കെ ഇപ്പൊ അവർ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ ഒരു വിറങ്ങുള്ളിൽ പോകുന്ന രീതിയിൽ തന്നെ അവർക്കത് കാണാനുള്ളൂ. അവരുടെ ആരുമല്ല ആ കിടക്കുന്നത്. അവർ ജസ്റ്റ് അവർ കർമ്മം ചെയ്യുന്നു, കത്തിക്കുന്നു. ഇവിടെയൊക്കെ വെച്ചാൽ വെക്കുന്നു. അതിന് ഒരു ക്രമമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഈ കപാലങ്ങൾ എന്ന് വെച്ചാൽ തലയോട്ടിന് മാലയായിട്ട് ഇരിക്കുന്നത്. ഇങ്ങനത്തെ മനുഷ്യന്മാർ നമ്മൾ അമർ ചിത്രകഥകളിലൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യന്മാരെ നേരിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഓ എന്നുള്ളൊരു നോട്ടം, അങ്ങനെ ഒന്ന് പേടിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് മൊത്തം മണി 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 ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നാടകങ്ങളാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കിത് പറയാൻ പേടിയെന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ഇസ്ലാമിലുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വിമർശിച്ചാത്ത പ്രശ്നമില്ല. കാരണം അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഈ ദഹിപ്പിക്കുന്ന ശവങ്ങൾ അതിൽ ദഹിക്കാത്ത ഭാഗങ്ങൾ എടുത്ത് നദിയിലേക്ക് എറിയുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഈ ഇടുപ്പിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ സ്പൈൻ്റെ ആ ഭാഗമൊന്നും അങ്ങനെ പെട്ടെന്ന് ദഹിച്ച് തീരൂല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതെടുത്തിട്ട് ഇങ്ങനെ ഒരു ചവണ പോലത്തെ സാധനം അത് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗംഗയിലേക്ക് ഇടും. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും. പിന്നെ വെള്ളം കുടിക്കുന്നത് വരെ ഉണ്ടാവും ആൾക്കാർ. അഗർത്തയില് ഒരുപാട് ജീവിതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഞാൻ അങ്ങയുടെ റീലിൽ കണ്ട ഒരു ഗംഗാപുത്രന്മാർ എന്നറിയപ്പെടുന്ന മല്ല ജാതിക്കാർ, ഗംഗയിലേക്ക് എറിയുന്ന നാണയത്തുട്ടുകൾ പറക്കിയെടുക്കുന്നവർ, മല്ല ജാതിക്കാരെ കുറിച്ച് പറയാമോ? അത് ഞാനിങ്ങനെ എന്താ പറയാ ആരതി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇങ്ങനെ അവരുടെ ഒരു കാസ്റ്റാണ്, മല്ല എന്ന് പറഞ്ഞ കാസ്റ്റാണ്. അവരെ തന്നെ വിളിക്കുന്നത് ഗംഗാപുത്രൻ. അതായത് ഗംഗയുടെ തടത്തിലാണല്ലോ ആ വാരണാസിയും അവിടുത്തെ ജനങ്ങളൊക്കെ ഈ ഗംഗയായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുടെ ഒരു റുട്ടീൻ എന്ന് വെച്ചാൽ ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ പൊടിക്കുട്ടികൾ വരെ കുറച്ച് വലിയ ആൾക്കാർ വരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഭക്തരെന്ന് വെച്ചാൽ ഈ ഗംഗാ മാതാവാണല്ലോ. അപ്പോൾ ആ ഒരു പ്രാർത്ഥിച്ചിട്ട് പൈസ ഇങ്ങനെ ഗംഗയിലേക്ക് എറിയും. അത് ചിലപ്പം 5 രൂപ ആവാം, 10 രൂപ ആവാം, ചിലപ്പോൾ ഒരു കൊട്ടയിൽ വേണമെങ്കിൽ ചൊരിയുന്നവരുണ്ടാവാം, സ്വർണ്ണ നാണയങ്ങൾ എറിയുന്നവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ചിലവർ മുങ്ങി തപ്പിയെടുക്കും. ചിലവർ എന്താ വെച്ചാൽ കാന്തം ഉണ്ടല്ലോ, ഈ കാന്തം കയറിൽ കെട്ടിയിട്ട് എറിഞ്ഞു പിടിക്കും. ചിലവര് അതിൽ ഒട്ടി ഇങ്ങനെ വരും. അവർ പാലത്തിന്റെ മുകളിൽ നിന്നും അല്ലാതൊക്കെ എടുക്കും. പിന്നെ ചിലവരെന്ന് വെച്ചാൽ ഇങ്ങനെ അരിപ്പ പോലുള്ള സാധനം എടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നവർ. അതിൽ തന്നെ സ്വർണ്ണ പൊട്ടുകൾ ഉണ്ടാവും, വെള്ളി ഉണ്ടാവും. ഇങ്ങനത്തെ ഇതൊക്കെ ഇവർക്ക് ഉള്ളതാണ്. അത് മല്ല കമ്മ്യൂണിറ്റിയുടെ ഒരു ജോബാണത്. വലിയ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ തോണി ഉണ്ടല്ലോ, ഈ വാരണാസി ഘാട്ട്സിലൂടെ ബോട്ട് റൈഡ് കൊണ്ടുപോകല്ലോ, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർ ബോട്ട്മെൻ ആണ് ആക്ച്വലി. അവർ കടത്തുകൂലിയൊക്കെ ആയിട്ട് വാങ്ങി ജീവിക്കും. ഇവർ ഈ ചില്ലറ തൊട്ടുകൾ ഇങ്ങനെ പെറുക്കി അത് അവർ അങ്ങനെയും ജീവിക്കും. പിന്നെ മാത്രമല്ല ഈ ശവങ്ങൾ ഇങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അവിടെ. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ദഹിപ്പിക്കാൻ പൈസ ഇല്ലെങ്കിൽ അവരിങ്ങനെ ഇപ്പോഴും ഒഴുക്കി വിടാറുണ്ട്. ആ ഒഴുക്കി വിടുന്ന ചങ്ങാടത്തിൽ ഈ ഫ്രൂട്ട്സ് വെക്കും, അതുപോലെ തന്നെ ഈ പൈസ കെട്ടിവെക്കും, നാളികേരം വെക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ ഇവർ കളക്ട് ചെയ്യും. പിന്നെ അല്ലാതെ തന്നെ പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുക്കി വിടുന്ന കിഴിക്കെട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പ്രാർത്ഥിച്ചുകൊണ്ട്. അതൊക്കെ ഇവർക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അവരത് തുറക്കുമ്പോൾ അതിലുണ്ടാവും 101 രൂപ 501 രൂപയൊക്കെ. അതൊക്കെ ഇവർക്കുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ വാരണാസി അല്ലെങ്കിൽ മണികർണികയിലുപരി വാരണാസി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു നമ്മൾ കാണുന്ന റീലുകളിലെല്ലാം ഒരു ഡിവൈൻ ലുക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് ശവങ്ങൾ ഒരേ സമയം കത്തിക്കുന്ന മണികർണിക, മലിനമായി കിടക്കുന്ന ഗംഗ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതേ എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. കാരണം ഞാനിത് പറഞ്ഞാല് ഭയങ്കര പ്രശ്നം. എസ്പെഷ്യലി എന്റെ മതമാണ് അതിന്റെ. ഒരു ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഞാൻ സർക്കാർ വരെ പറഞ്ഞു ഇനി മുതൽ ശവങ്ങൾ കൊണ്ടുപോകും. കാരണം ഗംഗയുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അത് ഹൈലി പൊല്യൂട്ടഡ് ആണ്. ഹൈലി എന്ന് വെച്ചാൽ ഹൈലി ലൈഫ്, ഗംഗ ഈസ് ഡെഡ് എന്നാണ് പറയുന്നത്. അത്രയും മനുഷ്യരെ അതിനെ പൊല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ. തുടക്കത്തിൽ നമ്മൾ ആ ഗോമുഖത്ത് അല്ലെങ്കിൽ ഹരിദ്വാറിലാണെങ്കിലും ഓക്കെയാണ്, കുറച്ചും ക്ലിയർ ആണ്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സൗന്ദര്യം അവിടെ കണ്ടിട്ടില്ല, ഭക്തിയുടെ എലമെന്റും കണ്ടിട്ടില്ല. ഓൾ ബിസിനസ്, പല തരത്തിലുള്ള വേഷം കെട്ടുകളുമായിട്ട് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് കാശി. അതിൽ ഇന്നർ ബ്യൂട്ടി കണ്ടെത്തുന്നവരുണ്ടാവാം,
പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് മൊത്തം മണി മണി മണി, ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നാടകങ്ങളാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കിത് പറയാൻ പേടിയെന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ഇസ്ലാമിലുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വിമർശിച്ചാത്ത പ്രശ്നമില്ല. കാരണം അത് ഞാനും ആയിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഞാൻ മറ്റൊരു മതത്തെ വിമർശിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭയക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ കാരണം എം ടി വാസുദേവൻ സാറ് മരിച്ചല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നിർമാല്യം സിനിമയിലൊക്കെ എന്ന് വെച്ചാല് ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പുവാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ഇന്നൊന്നും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റൂല. എന്തോ ഒരു വലിയ ഒച്ചപ്പാടുണ്ടാവും അല്ലേ? ആ ആർട്ടിനെ ആർട്ടായി കാണാനോ പിന്നെ ലിറ്ററേച്ചറിനെ അങ്ങനെ കാണാനും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്ത് പറയുമ്പോഴും നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം നമ്മൾ ആർട്ടാണ് പറഞ്ഞത്, അല്ലെ ലിറ്ററേച്ചർ ആണ്, അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പറഞ്ഞതെന്നൊന്നും കാര്യമില്ല. ആൾക്കാരെ അങ്ങ് കയറിയിട്ട് പൊങ്കാലയിടും. പൊങ്കാലയിട്ടാൽ വിഷയമില്ല, ചിലപ്പോ കൊല്ലും. അതാണ് നമ്മുടെ ഈ ഒരു പേടിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പക്ഷെ ഇത്രയും അങ്ങ് തന്നെ പറഞ്ഞു അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്ന അത്ര എസ്തറ്റിക് അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് വീണ്ടും അതാണ് അത് ഒരു ടെറിബിൾ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിൽ കാണാത്ത മുഖങ്ങളാണ് വാരണാസിയില്, ഹരിദ്വാറിലോ ഋഷികേശിലോ ഒക്കെ പോയാൽ നമ്മൾ കാണുന്നത്. ഇവിടെ സാധാരണ ഇപ്പൊ നമ്മൾ പാന്റും കുപ്പായം ഇട്ട് ചുരിദാർ ഇട്ട് നിൽക്കുന്ന നമ്മളെ പോലെ ഉള്ള ഒരേപോലെ ഡ്രസ്സ് ചെയ്യുന്ന കുറെ മനുഷ്യന്മാരെ നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അൾട്രാ എന്താ പറയാ, നമ്മളുടെ ഇമാജിനേഷനൊക്കെ മുകളിൽ പോകുന്ന തരം ഫിഗേഴ്സ്, നഗ്നരായിട്ടുള്ള മനുഷ്യന്മാര്, ശരീരമായ ഭസ്മം പൂശിയിട്ടുള്ള, ദേഹത്ത് നാഗങ്ങൾ തൂക്കിയിട്ട് നടക്കുന്ന മനുഷ്യന്മാര്, പിന്നെ വലിയ വലിയ എന്താ ഈ കപാലങ്ങൾ എന്താ വെച്ചാൽ തലയോട്ടികൾ മാലയായിട്ട് ഇട്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒക്കെ മനുഷ്യന്മാര് നമ്മൾ അമർ ചിത്രകഥകളിലൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യന്മാരെ നേരിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഓ എന്നുള്ളൊരു നോട്ടം, അങ്ങനെ ഒന്ന് പേടിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന. പിന്നെ ഈ ചിതകൾ ഇങ്ങനെ എരിയുന്നത്, അതൊക്കെ ഒരു എനിക്കറിയില്ല, അതൊരു കാണുന്ന സമയത്ത് കൊറേയൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എന്താല്ലേ ലൈഫ്, മനുഷ്യന്മാര് അവര് ഇങ്ങനെ കൊണ്ട് എറിയാ ചെയ്യാം. അതെ, ഞാൻ ചോദ്യമായി ചോദിക്കും, നമ്മളൊക്കെ നാട്ടിൽ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റോടെയാണ് മൃതശരീരത്തെ കാണുന്നത്, കൊണ്ടുപോയി വെക്കുകയാണ്, ഒരിക്കലും അതിന് വേദനിക്കുകയോ ഒന്നും ചെയ്യാതായിരിക്കും. പക്ഷെ അങ്ങയുടെ തന്നെ ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ട്, ശവം കൊണ്ടുവന്ന് മറ്റേ റൊട്ടി മറിച്ചിടുന്നത് പോലെ എന്ന് വെച്ചാല് നമ്മളിവിടൊക്കെ എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാലും അത് മണ്ണായി തീരുന്ന അല്ലെങ്കിൽ ഭസ്മമായി തീരുന്നവരെ അത് നമ്മളുടെ പ്രിയപ്പെട്ട ആള് തന്നെയാണ്. മരിച്ചു എന്ന് വിചാരിച്ചാൽ ഒരു ബോഡി അല്ലാതാവുന്നില്ല, അത്രയും അറ്റ്മോസ്റ്റ് കെയർ. ഞങ്ങളുടെ ഇസ്ലാമിലൊക്കെ എന്ന് പറഞ്ഞാല് ഒരു മയ്യത്തിന്റെ മുകളിൽ ഒരു ഈച്ച വന്നിരുന്നാല് ഉഹുദ് മല വന്ന് വീഴുന്ന വേദന ഉണ്ടാവുന്ന പറയാം. അപ്പൊ അത്രയും നിർമ്മലമായിട്ടാണ് അതിനെ പരിപാലനം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഹിന്ദു മതത്തിലും വളരെ പവിത്രതയോട് കൂടിയാണല്ലേ ചെയ്ത് ഒരുക്കുന്നതും എടുത്തു വെക്കുന്നതും ഒക്കെ ഭയങ്കര അറ്റ്മോസ്റ്റ് കെയറോട് കൂടിയാണ്. ഇവിടുത്തെ ഹിന്ദു അല്ല നോർത്തിൽ പോകുന്ന സമയത്ത് ഹിന്ദു, ആ മതവും അവരുടെ ആചാരങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റാ. കേരളത്തിലുള്ള ഹിന്ദുക്കൾ ഒരിക്കലും നോർത്ത് ഇന്ത്യയിലുള്ള ആചാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര ഡൈവേഴ്സാണ്, നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്തുള്ള കാര്യം. കാരണം എന്റെ 90% ഓഫ് എന്റെ ഫ്രണ്ട്സ് ഹിന്ദുസ് ആണ്. അവരൊക്കെ പറയും നീ അവിടെ പോയിട്ട് എന്ത് തേങ്ങ കാണുന്ന, ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകാനേ ഇഷ്ടമല്ല, അതൊന്നും അല്ല ശരിക്കുള്ളതെന്ന് അവരെന്നോട് പറയും. പക്ഷെ ഞാനാണ് അവരെക്കാളും കൂടുതൽ ഈ എല്ലാ സ്ഥലങ്ങളും, എല്ലാ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഞാനാണ് പോയിട്ടുള്ളത്. എന്റെ ഹിന്ദു ഫ്രണ്ട്സ് ആരും പോയിട്ടില്ല. അപ്പോ ഇതാണ് അവിടെ ഇങ്ങനെ എടുത്തെറിയാന്നൊക്കെ പറഞ്ഞാൽ അവരൊരു എന്താ പറയാ, മരിച്ചു കഴിഞ്ഞാൽ ഏജൻസ് ആണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളല്ല. അപ്പൊ അവരിങ്ങനെ ലേലം വിളിച്ചിട്ട് എടുക്കുക ചെയ്യുക ബോഡീസ് ക്രിമേറ്റ് ചെയ്യാനുള്ളത്. ഈ ഇത്ര വിറകിന് ഇത്ര കൂലി വെച്ചിട്ട് ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ഒരു ബോഡി കിട്ടി, അവരെടുത്തിടുന്നു, കഴിഞ്ഞു. അവർക്ക് 1 ലക്ഷം 10 ലക്ഷം ബോഡീസ് ഒക്കെ ഇപ്പൊ അവർ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ, ഒരു വിറകുകൊള്ളി പോകുന്ന രീതിയിൽ തന്നെ അവർക്ക് അത് കാണാനുള്ളൂ. അവരുടെ ആരുമല്ല ആ കിടക്കുന്നത്, അവർ ജസ്റ്റ് അവർ കർമ്മം ചെയ്യുന്നു, കത്തിക്കുന്നു. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ വെക്കുന്നു, അതിന് ഒരു ക്രമമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെയ്ത് ഒരുക്കിയതിന് ശേഷം ഇങ്ങനെ ഇവരെന്ന് വെച്ചാൽ ആദ്യം അത് വെക്കുന്നു, കുറച്ച് വിറക് അതിന് മുകളിലിടുന്നു, പിന്നെ അത് എടുത്ത്, അങ്ങനെ ഒരു നിയതമായിട്ടുള്ളൊരു ഒരു ചട്ടക്കൂടും ഇല്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ദഹിപ്പിക്കുന്ന ശവങ്ങൾ, അതിൽ ദഹിക്കാത്ത ഭാഗങ്ങൾ എടുത്ത് നദിയിലേക്ക് എറിയുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഈ ഇടുപ്പിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ സ്പൈനിന്റെ ആ ഭാഗമൊന്നും അങ്ങനെ പെട്ടെന്ന് ദഹിച്ച് തീരൂല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതെടുത്തിട്ട് ഇങ്ങനെ ഒരു ചവണ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗംഗയിലേക്ക് ഇടും. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും, പിന്നെ വെള്ളം കുടിക്കുന്നത് വരെ ഉണ്ടാവും ആൾക്കാര്. അതിലേക്കാണ് ഇത് കൊണ്ടുപോയിടുന്നത്. ആരും ഒന്നും പറയില്ല അവര്. അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോ അവര് പറയുന്നത് വെച്ചാല് ഈ ഭാഗം എത്ര കാലം ഗംഗയിൽ കിടക്കുന്നോ അത്രയും കാലം അയാൾക്ക് മുക്തി കിട്ടിക്കൊണ്ടേയിരിക്കും, അയാൾക്ക് സ്വർഗം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും
കാരണം ഗംഗാമാതാവിന്റെ മടിത്തട്ടിലാണ് ആ ഒരു ഭാഗം. മരിച്ചു കഴിഞ്ഞാലും ആ ഒരു പവിത്രമായിട്ടുള്ള മടിത്തട്ടിൽ ഈ ഒരു ബോഡിക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഹൈലി പൊല്യൂട്ടഡ്. നമ്മള് ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ട് മനുഷ്യന് 10 പ്രാണനുകളും ഉണ്ട്. അതിൽ 9ാമത്തെ പ്രാണൻ നട്ടെല്ലിലാണെന്നാണ്. നട്ടെല്ല് പൊട്ടുമ്പോൾ നമ്മള് ഇവിടെ നാട്ടിലൊക്കെ നമ്മൾ ദഹിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നട്ടെല്ല് പൊട്ടുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. അതിനുശേഷം വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായ ആചാരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആ സമയം വരെ കാത്തു നിൽക്കുന്നില്ല, അത് എറിയുന്ന പറയുന്നത് നമുക്കത് അവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണ് മിത്തോളജിയിൽ തന്നെ. പിന്നെ ഇതേ ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ഗംഗാ മടിത്തട്ടിൽ കടക്കുന്നു എന്ന് പറയുമ്പോൾ പട്ടി കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിനെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ല, എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കുന്നത് എന്നുള്ളത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പൊ ഈ പുസ്തകം വായിച്ച ശേഷം എന്റെ ഒരു അറിവിൽ ഒരു 100-ലധികം ആൾക്കാർ ഈ പുസ്തകവും കയ്യിൽ പിടിച്ചിട്ട് വാരണാസി പോയിട്ടുണ്ട്. പലരും എനിക്കിങ്ങനെ അയച്ചൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പുസ്തകം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവരൊക്കെയും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് 10-25 പ്രാവശ്യം ഈ കാശിയിൽ വന്നിരിക്കുന്നത്, എന്ത് കണ്ടിട്ടാണ്, ഞങ്ങൾക്കൊക്കെ ഒരു ദിവസം കണ്ടിട്ട് തന്നെ പക്ഷെ എന്നിരുന്നാലും അവരൊക്കെ പറയുന്നു ഭയങ്കര സംഭവമാണ് കാശി കേട്ടോ, നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ്, ആ ഒരു വൈബ് വേറെ, ഇതൊക്കെ പറയും അവര്. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങോട്ട് പിടിച്ച് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ജീവിതത്തെ കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ മണികർണികയ്ക്ക് സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഒന്നുമല്ല എന്നുള്ളത് അത് അവിടെ നിന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. ഈ മരണത്തെ വ്യവഹാരമാക്കി എടുത്തൊരു നാടാണ് കാശി. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ കടകളുടെയും അവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതമാർഗം മരണത്തെ ആഘോഷിക്കുകയാണ് അവർ എന്നതാണ്. നമ്മള് സിനിമകളിലേക്ക് കണ്ടിട്ടുണ്ട്, ഇന്ന് ആരും മരിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ശവപ്പെട്ടി വിളിക്കുന്ന ആളുകളെ. അതേ ലൈഫാണ് കാശിയിലുള്ളത്. അതെ, കാരണം മരണം കൊണ്ട് സമ്പന്നമായ നഗരമാണ് കാശി. അവിടെ മരണമാണ് ആഘോഷിക്കപ്പെടുന്നത്. ഓരോ കടക്കാരനും ഓരോ വീട്ടുകാരും ഓരോ തെരുവിലിരിക്കുന്ന മനുഷ്യനും മരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ മരണം ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ലൈവ്ലിഹുഡാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ പട്ട് വിൽക്കുന്ന ആൾക്കാരുടെ, ചന്ദനം വിൽക്കുന്ന ആൾക്കാരുടെ, വിറക് വിൽക്കുന്ന ആൾക്കാരുടെ, പിന്നെ തീ വിൽക്കുന്ന ആൾക്കാരുടെ, ഇതിന്റെയൊക്കെ ബിസിനസ്സാണ് അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരണം എന്നും അവിടെ ഉണ്ടാവണം, സമൃദ്ധമായിരിക്കണം എന്നാണ് അവരുടെ ഡെയിലിയുള്ള ആഗ്രഹം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മണികർണികയിൽ ഒഴുക്കി വിടുന്ന ശവങ്ങൾ, അത് പിന്നെ ഒരു ചതുപ്പിലേക്ക് ചെന്ന് അടിയുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നിന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു അഘോരികൾ ഇതിന്റെ തലയെടുക്കുന്നത്. ഈ എടുക്കുന്ന തല അല്ലെങ്കിൽ ആ ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് പിന്നീട് അവർ പാത്രങ്ങളായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ശിവനുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ കഥ ഒന്ന് പറഞ്ഞു തരാം. അതായത് ഞാൻ വളരെ യാദൃശികമായിട്ടാണ് മറുകരയ്ക്ക് ഞാൻ പോകുന്നത്. അത് നമ്മൾ ഒരു ലോക്കലായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, 2-3 പ്രാവശ്യം പോയതിനു ശേഷം പരിചയപ്പെട്ടത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അഘോരിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഭയങ്കര ഫ്രോഡാണ് ഓൾറെഡി എനിക്കറിയാം. കാരണം അയാൾ ഒന്ന് സംസാരിച്ച് രണ്ടാമത്തെ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ മൂപ്പർക്ക് കൊടുക്കണം. ഇതാണ് കാരണം അഘോരികൾക്ക് എന്തിനാ പൈസ, അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ്ലി ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ട് ഒന്നും കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ. അപ്പോൾ ഒരു പ്രാവശ്യം അയാൾ പറഞ്ഞു, എന്നെ ബോട്ട് എടുത്തിട്ട് അക്കരെ പോവാണ്, വരുന്നോ ഒരു സാധനം കാണിച്ചു തരാം, 100 രൂപ തരണം. ആയിക്കോട്ടെ 100 രൂപ തരാം. അങ്ങനെ ഈ മണികർണികയ്ക്ക് അക്കരെ പോയാൽ അവിടെ വേറൊരു വേൾഡ് തന്നെ. അവിടെ കുറെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കുറെ ഒരു എന്താ പറയാ ഐലൻഡ് ഒക്കെ, ഡെൽറ്റ ഒക്കെ പോലുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പൊ അതിന്റെ കുറച്ച് ഇങ്ങനെ തെക്കാണോ എന്നറിയില്ല, ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ചതുപ്പ് ഏരിയ ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ വലിയ പുല്ലുകൾ ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ബോഡീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഡെഡ് ബോഡീസ്. ഈ പട്ട് പൊതിഞ്ഞ രീതിയിലുണ്ട്, പൊതിയാത്ത രീതിയിലുണ്ട്, നഗ്നമായി കിടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബോഡി അൺഐഡന്റിഫൈഡ് അവിടെ കിടക്കുകയാണെങ്കിൽ പോലീസ്, പട്ടാളം, CBI എന്തൊക്കെ വരും, ആരൊക്കെ വരും. പക്ഷെ ഇവിടെ ആരും ചോദിക്കൂല. ഇപ്പൊ അവിടെ പോയി കൊന്നിട്ടാലും നോ പ്രോബ്ലം, പോലീസ് കേസുകളില്ല, ഒന്നുമില്ല. അത് അവിടുത്തെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള കാഴ്ചയാണ്. അപ്പൊ ഇവരുടെ കയ്യിൽ മഴ ഉണ്ടാവും. ഈ മഴ എടുത്തിട്ട് അവരെന്ന് വെച്ചാൽ ഇതിങ്ങനെ പിന്നിലിങ്ങനെ വെട്ടിയിട്ട് ആ ഈ തലയോട്ടി എടുക്കും. സ്കിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ചിലത് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാവും. അവർ അധികം പഴക്കം ചെന്നത് നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇതെടുത്തിട്ട് അവർ ആ കണ്ണിങ്ങനെ ഒരു കമ്പിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തുറന്നിട്ട് ബോൾസ് ഒക്കെ എടുത്ത് കളഞ്ഞ് അതിലൂടെ പുഴുക്കളും ഇതൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര സ്മെല്ലായിരിക്കും. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര. അവർക്ക് പക്ഷെ ഒരു പ്രശ്നമില്ല. അവർ ഭയങ്കര ലാഘവത്തോടു കൂടിയാണ് ഇത് ചെയ്യാതെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കുടഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് ബോട്ടിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് അക്കരെ എത്തിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് വീണ്ടും വെള്ളത്തിലിട്ടിട്ട് കഴുകി ആക്സോബ്ലേഡ് എടുത്തിട്ട് ഈ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇങ്ങനെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന സമയത്ത് കുളിക്കുന്ന പോലെ അതങ്ങനെ വെട്ടി തുറന്നിട്ട് തലച്ചോറ് മൊത്തം ഒഴിവാക്കി അത് ക്ലീൻ ചെയ്തിട്ട് അതിലാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നതും
പൂജയ്ക്കുള്ള പിന്നെ പൂക്കളാണെങ്കിലും ചിലത്ത് കള്ള് നിവേദിക്കുന്നത് ഒക്കെ അതിലാണ് വെക്കുക. അതിൽ തന്നെയാണ് അവർ ഈ നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും, കാക്കകൾ വരും, അവർക്ക് ഒരുമിച്ച് നിന്നാണ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഈ ഒരു കാഴ്ച ഞാൻ എടുക്കുന്നത് കണ്ടോ? കണ്ടു. ഇദ്ദേഹം അത് എടുക്കാൻ പോയതാണോ? അദ്ദേഹം എടുക്കാൻ പോയതാ. അപ്പോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അൻഷദ് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരുള്ള മൂപ്പര് ലാൻഡ് ഓഫ് അഘോരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് മൂപ്പര് ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ് ഇങ്ങനെ വെട്ടുന്നതും എടുക്കുന്നത്. അപ്പൊ ഞാനും അദ്ദേഹം കൂടി ചേർന്നിട്ട് കാലിക്കറ്റില് ഗുദാം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് കഫേ ഉണ്ട്, അവിടെ ഈ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടോക്കും അതുപോലെ തന്നെ അൻഷദിന്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷനും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അഘോരികള്, അഘോരികൾ എന്നല്ല, ആൾക്കാർ വന്നിട്ട് ബോട്ടിൽ ഇത് എടുത്തിട്ട് കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ട് ചെയ്യുന്ന പ്രോസസ്സ് മുഴുവൻ മൂപ്പര് വിവരിക്കുന്നുണ്ട് അതിലും. ഈ അഘോരികളും നാഗസന്യാസിമാരും രണ്ടുപേരാണ്, പക്ഷെ കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇത് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അതായത് നാഗസന്യാസിമാരെ നമുക്ക് എളുപ്പം കാണാൻ പറ്റും, ഇഷ്ടംപോലെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിലധികമൊക്കെ നാഗസന്യാസിമാരുണ്ടാവാൻ മതി. അവർക്ക് ഒരു ഫോഴ്സ് ആണ്, ഒരു ആർമി പോലെയാണ് അവര്, അഘാടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അവർക്ക് പിന്നെ കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരകളുണ്ട്, ട്രെയിനിങ്സ് ഉണ്ട്, ഇന്ന വിധികളും വിലക്കുകളും ഒക്കെ അവർക്കുണ്ട്. അവരെ നമുക്ക് യഥേഷ്ടം കാണാൻ പറ്റും. പക്ഷെ ഈ അഘോരികളെയാണ് കാണാൻ ഭയങ്കര പ്രയാസം. അവരിങ്ങനെ കോമൺ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ സമ്പർക്കം ചെയ്യാനോ ഒന്നും അവർ ഇങ്ങനെ ഈ നാഗസന്യാസിക്കാരും ഒരു തട്ട് മുകളില് തീവ്രമായിട്ടുള്ള ഇതിലേക്ക് ശ്മശാന യോഗിയായിട്ടുള്ള ശിവനെ ഉപാസിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അവർക്ക് ഈ വേൾഡ്ലി ആയിട്ടുള്ള ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. പക്ഷെ അവര് അധികവും ഈ പിന്നെ കാടുകളിലും ഗുഹകളിലും ഒക്കെയാണ് അവർ അധിവസിക്കുന്നത്. ഇപ്പൊ ഇതൊന്നും അല്ലാന്ന് ഇപ്പൊ ഇന്നത്തെ കമന്റ് ബോക്സിൽ നോക്കുന്ന സമയത്ത് ഇയാളിത് എന്താ പറയുന്നത്, ബസ് ഓടിക്കുന്ന ഓട്ടോ ഓടിക്കുന്ന അഘോരിയെ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ചെയ്യുന്ന അഘോരിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഉണ്ടാവാം, എനിക്കതിനെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു സ്വാമി ആനന്ദവനം ജൂനാഘാടയിൽപ്പെട്ട ഒരു സന്യാസിയാണ്, സാധുവാണ്, അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇപ്പൊ എന്നെ പോലെയുള്ള അഘോരികൾ ഉണ്ടാകാം, ഇതുപോലെ തന്നെ നടക്കണം, അല്ലെങ്കിൽ അഘോരി അല്ലെങ്കിൽ നാഗസന്യാസിമാർ ഇതുപോലെ നടക്കണമെന്നില്ല. ഷർട്ടും പാന്റും ഇട്ട് കാഷ്വലായി നടക്കുന്ന നാഗസന്യാസിമാരും അഘോരികളും ഉണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അഘോരിയെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാവാം, പക്ഷെ ഞാനൊരു അഘോരിയാണെന്ന് പറഞ്ഞു വന്ന ആൾക്കാരൊന്നും അഘോരികളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഞാൻ അവരെന്താ വെച്ചാല് ഫാൻസി ആയിട്ടുള്ള ഒരു കണ്ണന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കും, ഒരു ഇത് കൈ പിടിക്കും, തലയോട്ടി കൈ പിടിക്കും, എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ മാജിക് ഒക്കെ കാണിച്ചിട്ട് അവർ പറയും ഞാൻ അഘോരി, എന്റെ ശാപം കിട്ടണമെങ്കിൽ പൈസ തന്നോന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്ന ആൾക്കാരെ കണ്ടു. പക്ഷെ അവരൊന്നും അല്ല അഘോരീസ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അവര് കുറച്ചുകൂടിയും ചൈതന്യമുള്ള ആൾക്കാരായിരിക്കും, കുറച്ചും കൂടിയും ശാന്ത ഇതിലിങ്ങനെ മാറി നിൽക്കുന്നവരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങയുടെ എനിക്കൊരു അഗർത്തയിൽ പറഞ്ഞു വരുന്ന ഒരാളാണ് ദാദാ ഗുരു. 3 വർഷത്തിലേറെയായി ഘരഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് എങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? ഇതും ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. നർമ്മദ നദിക്കരയിലാണ്, മധ്യപ്രദേശിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ നോർത്തേൺ ഹിന്ദി മീഡിയാസ് മുഴുവൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിന്റെ ഹെൽത്ത് മിനിസ്ട്രി മുഴുവൻ അയാളെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് വെള്ളം കുടിച്ച്, അതും നദിയിലെ വെള്ളം മാത്രം കുടിച്ച് അയാൾ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതിൽ പലരും പറയുന്നുണ്ട് കുമ്പിടിയെ പോലെ രാത്രി ഇരുന്നിട്ട് അയാൾ മൂക്കൂട്ടെ വെട്ടി വിഴുങ്ങുന്നുണ്ടാവും. ക്ഷീണം തോന്നുന്നില്ല. അയാളാണെങ്കിൽ ഒരു ദിവസം 15 കിലോമീറ്റർ നടന്നിട്ട് സേവ് എർത്ത്, ലിവ് വിത്ത് നേച്ചർ എന്നുള്ള ഒരു മെസ്സേജ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക്, പക്ഷെ നമ്മൾ അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരും ഉണ്ടാവാം. നമ്മളെ പോലെ എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കാനും പറ്റില്ല. ചിലപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ ഞാനത് കണ്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അത് ഷെയർ ചെയ്തു. അഗർത്തയിലുണ്ടോ? ഇല്ല, അഗർത്തയിലില്ല. അതേപോലെ ഈ ദാദാ ഗുരുവിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് വീണ്ടും അരോചകമായി തോന്നിയത്, ഒരു ഭക്തൻ, എനിക്ക് തോന്നുന്നു ഭക്തനായിരിക്കണം, അദ്ദേഹം ഒരു കാഷായ വസ്ത്രം ധരിച്ച ആൾ വരുമ്പോ ചവിട്ടുന്നു, അടിക്കുന്നു. അതൊക്കെ അയാളുടെ വേ ഓഫ് അനുഗ്രഹങ്ങളായിരിക്കാം. കാലുകൊണ്ട് അനുഗ്രഹിക്കുന്ന സന്യാസിമാരുള്ള നാടാണല്ലോ. അപ്പൊ അങ്ങനെയായിരിക്കാം.